ചില കേസ് യൂസേഴ്സ് ഒന്ന് പറയും, അവർ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരെന്താണോ പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റോങ് ആവും. അപ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇവിടെയാണ് കണ്ടക്സ്ച്വൽ എൻക്വയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കണ്ടക്സ്ച്വൽ എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ റിസർച്ച് മെത്തേഡാണ്. നമ്മൾ യൂസേഴ്സിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയാണത്. എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അവർ ഏതെങ്കിലും ഒരു ബുക്കിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഓരോ ടാസ്കും നമ്മൾ ക്ലോസ് ആയിട്ട്, ചിലപ്പോൾ നമ്മൾ അവരെ അടുത്തിരുന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വഴി അവരെ ഒബ്സർവ് ചെയ്യും. നമ്മൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻസും കൊടുക്കൂല, എങ്ങനെ ചെയ്യണമെന്നും നമ്മൾ അവർക്ക് പറയത്തുമില്ല. നമ്മളവരെ സ്വാഭാവികമായിട്ടൊന്ന് നിരീക്ഷിക്കും. അവർ അവരുടേതായ രീതിയിലായിരിക്കും ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു? ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഈ കേസിൽ നമ്മൾ ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിൻ്റെ കൂടെ നമ്മൾ ഇരുന്ന് അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നമ്മൾ റെക്കോർഡ് ചെയ്തു, നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു അവരെങ്ങനെയാണ് അവരുടെ വീക്കെൻഡ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവർക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്ട്രഗിൾസ് പോലെ ഫേസ് ചെയ്യുന്നുണ്ടോ? പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പിന്നെ അവർക്ക് പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഇതുപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിച്ചത്. ഇതിലൂടെ നമുക്ക് മനസ്സിലായി എന്ത് വർക്കാവും, എന്ത് വർക്കാവില്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്കതിൽ നിന്ന് കിട്ടി. ഇത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് യൂസേഴ്സിനെ നമ്മൾ കണ്ടെത്തി. ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക്, യൂട്യൂബ് വഴി കുറച്ച് സ്റ്റേക്കേഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് യൂസേഴ്സിനെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അവരിലേക്ക് നമ്മൾ എത്തുകയും അവർ പ്രിഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് അവരെ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യിപ്പിച്ചു. അവരായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കണ്ടക്സ്ച്വൽ എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ ജേണി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വരച്ച് കാണിച്ചു തരും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് നമുക്ക് റിയൽ ആയിട്ടുള്ള ആപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ വളരെയധികം സഹായിക്കും.